ഹാപ്പി വാലന്റൈൻസ് ഡേ ചേട്ടാ. ഹാപ്പി വാലന്റൈൻസ് ഡേ. എന്തേ പുഞ്ചിരിക്കാൻ പാടില്ല? വാലന്റൈൻസ് ഡേ ആയിട്ട് ഞാൻ എന്റെ കെട്ടിയോന് രാവിലെ തന്നെ ഒരു റോസാപ്പൂ കൊടുത്തു. അഗൈൻ പിടിച്ചോളൂ. ഞാൻ എന്റെ ഭാര്യക്ക് നല്ല പൂവോ ചട്ടിയൊക്കെ വാങ്ങിക്കാന്ന് പറഞ്ഞ പോയപ്പോ ഭയങ്കര വില. അതൊക്കെ അവിടെ വെച്ചിട്ട് സ്ട്രോബെറി വാങ്ങിച്ചോ. ഇവര് ഇന്നിപ്പോ ഓഫീസിൽ വന്നപ്പോ സ്ട്രോബെറി കൊണ്ട് എന്റെ കെട്ടിയോ വന്നേക്കണേ. ഞാൻ ഞെട്ടിപ്പോയി. ദൈവമേ എന്ത് പറ്റി എന്റെ ഭർത്താവിന്. ദേ പിന്നെ ഞാൻ കഴിക്കാത്ത മിഠായി എന്തായാലും ഹാർട്ട് ഷേപ്പ് ആയതുകൊണ്ട് അതുപോലെ വാങ്ങിച്ചാ എന്തായാലും താങ്ക് യു. സ്ട്രോബെറി ലോക്കലി പ്രൊഡ്യൂസ്ഡ് UAE സ്ട്രോബെറി. എന്തായാലും താങ്ക് യു സോ മച്ച്. ഇതൊക്കെ ഭയങ്കര സംഭവങ്ങളാണ് കേട്ടോ. അപ്പൊ ഞാൻ വീണ്ടും എന്റെ കെട്ടിയോന് ജാം റോൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ജാം റോള് ഞാൻ ഇന്നലെ കൊടുത്തപ്പോ എന്നോട് പറഞ്ഞു ചെറുപ്പത്തിലെ കഴിച്ചിരുന്ന ഇങ്ങനത്തെ അല്ല, അതില് കോക്കനട്ട് ആയിരുന്നില്ല, പഞ്ചസാര ആയിരുന്നു, വലിയ തരിയുള്ള പഞ്ചസാരാണ്. പക്ഷെ എന്റെ വീട്ടില് ഇപ്പൊ അറ്റ് പ്രസന്റ് വലിയ തരിയുള്ള പഞ്ചസാര ഇല്ലാത്തതുകൊണ്ട് ഇത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യണം കേട്ടോ. ഇത് ഈ മറ്റേ എന്താണ് ഫ്രീഡം ഫൈറ്റില് ജോജുന്റെ ക്യാരക്ടർ പോലെ അവസാന കാലത്ത് ഇതിനൊക്കെ നടക്കേണ്ടി വരും. അതുകൊണ്ട് ആവുന്ന കാലത്ത് എന്തെങ്കിലും. ഇത് ഒരുപാട് പേര് ഉണ്ടാക്കി നോക്കിട്ടാ. ഇന്ന് ഒരുപാട് പിക്ചേഴ്സ് വന്നിട്ടുണ്ട്. നമ്മുടെ ജാം റോള് ഭർത്താക്കന്മാർക്ക് ഭാര്യമാരുടെ ഗിഫ്റ്റ് ആയിട്ട് ഈസി ജാം റോൾ. പഞ്ചസാര പുറത്ത് വെതറി കാണുന്നില്ല എന്ന് മാത്രം. പഞ്ചസാര അപ്പയില്ലേ രണ്ടെണ്ണം മാത്രം ഞാൻ ജാമിൽ മുക്കി പഞ്ചസാര ഇട്ടുള്ളൂ, ബാക്കി നോർമലാക്കി വെച്ചു. പിള്ളേർക്ക് നന്ദുവിന് അധികം മധുരം ഇഷ്ടമില്ല. എനിക്ക് ഒട്ടും മധുരം ഇഷ്ടമില്ല. എന്നിട്ട് ഇതെങ്ങനെ കഴിക്കുന്നത്? And I have these two clips here. This first one was shot without ഇതിന്റെ മുകളിൽ വെക്കാനാണ് പൂവ്. ഇത് കുത്തി നിർത്താനുള്ള സ്ഥലം പുള്ളിയുള്ള സ്ഥലം കഴിക്കില്ല. ഇതിപ്പോ ആരൊക്കെ ജിയോ ബേബിനെ കാണാൻ പോകും. സിനിമയിലൊക്കെ വിളിച്ചല്ലേ. ഇവിടെ വാലന്റൈൻസ് ഡേ ആയിട്ട് അച്ഛൻ മക്കൾക്ക് വേണ്ടിട്ട് മിഠായി വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട്. ഹാർട്ട് ഷേപ്പ്. എന്താ താത്തു അത്? ഹാപ്പി ഞങ്ങള് പണ്ട് താമസിച്ചിരുന്ന ഗിസൈസിലോട്ടുള്ള ഒരു യാത്ര. അവിടെ അടുത്തുള്ള ആര്യഭവനിലോട്ട് കഴിക്കാൻ പോവുകയാണ്. സോറി, ആര്യഭവൻ അല്ലെങ്കിൽ എപ്പോഴും ആര്യഭവൻ എന്നാ മനസ്സിലുള്ള ചിന്ത. വസന്ത ഭവൻ. ആര്യന്മാരായിട്ടില്ല. ഞാൻ ഡിണ്ടിഗലിൽ പഠിക്കുമ്പോൾ ഏറ്റവും നല്ല മസാല ദോശ കഴിച്ചിരുന്ന ആര്യഭവനിലുണ്ടായിരുന്നു. ചില്ലി പൊറോട്ട മൈ ഫേവറേറ്റ് ആൻഡ് നൊസ്റ്റാൾജിക് സംഭവം. അപ്പോൾ അങ്ങനെ ഇപ്പൊ ഗിസൈസിലോട്ട് വന്നു. ഈ ഉള്ള സ്ഥലത്തിൽ ഇങ്ങനെ നടക്കുകയാണ്, അല്ല വണ്ടി ഓടിക്കുകയാണ്. പണ്ടത്തെ നമ്മുടെ വീട് എവിടെ? നമ്മുടെ വീടൊക്കെ കാണിച്ചു തരാട്ടോ. പണ്ടുണ്ടായിരുന്ന ഫ്ലാറ്റ് ഒക്കെ കാണിച്ചു തരാം. ഇവിടെ ഒന്നും വലിയ മാറ്റങ്ങളൊന്നും ഇല്ല. ഇവിടെ കേൾക്കുന്നുണ്ട്. ഞങ്ങള് പോരുന്ന വർഷമാണ് ഇവിടെ വസന്തഭവൻ തുടങ്ങിയത്. അത് കാരണം വസന്തഭവനിൽ ഞാൻ ഇതുവരെ പോയിട്ടില്ല. ചേട്ടൻ പോയിട്ടുണ്ട്, ഞാൻ ഇല്ലാത്തപ്പോ. ഇനി ഇവിടുന്ന് പോകുമ്പോ ഇതൊക്കെ ഒരു നൊസ്റ്റാൾജിയായിട്ട് മാറും. ഞങ്ങൾ രാത്രി വരുന്നുണ്ട് കറാച്ചി എന്താണ് പറയുന്നത് ഫുഡ് കഴിക്കാൻ. 5 years. അത്തുവിനെ പ്രഗ്നന്റ് ആയിരിക്കുന്ന സമയത്ത് ഇവിടെ ആയിരുന്നു. അത്തുവിനെ പ്രസവിച്ച് കൊണ്ടുവന്നത് ഈ വീട്ടിലേക്കാണ്. പക്ഷെ അത് കഴിഞ്ഞിട്ട് നമ്മള് സിലിക്കൺ ഓയസിലോട്ട് മാറി. അതെ, അത്തുവിന് ഓർമ്മയുണ്ടാവില്ലേ ഈ വീട്? മദീന ഞങ്ങളുടെ പണ്ടത്തെ മദീനൊക്കെ ഇവിടെ ഉണ്ട്. അത് മാറിയെന്നോണ്ടല്ലേ? അത് മാർക്ക് മാറി. പാസൻസ് സൂപ്പർ മാർക്കറ്റ് അൽ മദീന തന്നെയാണ് മാറി. അവിടുത്തെ ആൾക്കാരൊക്കെ മാറി. റാഷിദ് അൽ ബക്കീദ്. അതെ, ഇപ്പൊ മാറ്റിണ്ടോന്ന് അറിയത്തില്ല. ആ വളഞ്ഞിരിക്കുന്ന ഈ മഞ്ഞ ബിൽഡിങ്ങിന്റെ ബാക്കിലത്തെ സിൽവർ ബിൽഡിംഗ് അന്ന് ഫ്രണ്ടില് ഉണ്ടായിരുന്നില്ല. ഇവിടുന്ന് നോക്കുമ്പോ ആദ്യം കണ്ടിരുന്ന ബിൽഡിംഗ് ആയിരുന്നു. നല്ല വലിയ വീടായിരുന്നു. 1 bedroom ആയിരുന്നു. ആ കാണുന്നില്ലേ അത് ആ സിൽവർ 1 bedroom ആയിരുന്നെങ്കിലും വലിയ ഹാളും വലിയ ബെഡ്റൂം ഒക്കെ ആയിരുന്നു. പിന്നെ ഒരു മറ്റേ വാഷിംഗ് മെഷീൻ ഒക്കെ ഇടാനൊരു റൂം തനിയെ ഉണ്ടായിരുന്നു. ഡിഷ് വാഷർ ഇടാനുള്ള സൗകര്യം ഉണ്ടായിരുന്നു. അടുക്കള നീളത്തിലൊരു അടുക്കളയായിരുന്നു. ഇത് തന്നെ ഈ വീട് ആ ചെരിഞ്ഞിരിക്കുന്ന ഒരു ബിൽഡിംഗ് ആയിരുന്നു. അവിടെ എൻ്റെ ഒരു ബെസ്റ്റ് ഫ്രണ്ട് ഉണ്ടായിരുന്നു, രശ്മി ഇപ്പൊ ജീവിച്ചിരിക്കുന്നില്ല. അങ്ങനെ പിന്നെ ഞങ്ങൾ ഇവിടുന്ന് സഹാര സെന്ററിലേക്ക് ക്രോസ് ചെയ്ത് പോവായിരുന്നു. അയ്യോ പൂപ്പൻ.
അങ്ങനെയൊക്കെ ഒരു ഓർമ്മകൾ. സഹാറ സെന്റർ ഞങ്ങൾ സ്ഥിരം കേന്ദ്രമായിരുന്നു. കൂടുതൽ പൈസ ഈ സമയത്ത് എന്താണ് കിട്ടുകയെന്നറിയില്ല കഴിക്കാൻ. അപ്പോൾ ഉള്ളിൽ പോയി കഴിച്ചിട്ട് വെജിറ്റേറിയൻ റെസ്റ്റോറന്റ് അൽനാദ ദുബായ് 241C. അങ്ങനെ ഞങ്ങള് വസന്ത ഭവനിൽ നിന്ന് മസാല ദോശ, പൂരിയൊക്കെ കഴിച്ചു. തിരിച്ച് ഞങ്ങൾ ഷെയ്ഖ് കോളനിയിൽ പോവാണ്. ഈ കോളനിയിൽ ഞാൻ കുറെ സാരി വാങ്ങിക്കണം. എനിക്ക് കുറെ നല്ല ഞാൻ സാരി വാങ്ങിച്ചിട്ട് അവിടെ പോയിട്ട് ഈ മുറിച്ച് വാങ്ങിക്കണ സാരി അവരിൽ മെഷീൻ ഉണ്ടാവും, പേടിക്കണ്ട. ഇല്ല, നട്ടുച്ചയ്ക്കല്ല പാർക്കിൽ പോണം. സുലേഖ ഹോസ്പിറ്റലായിട്ടായിരുന്നു അന്ന് ബന്ധം. ഞങ്ങള് പോണ സമയത്താണ് ഈ പാർക്കൊക്കെ വന്നത്. 1 വർഷം മുന്നേ അല്ലേ? അന്ന് അവ ചെറുതായിരുന്നു. ഇപ്പൊ വലിയ മരങ്ങളൊക്കെ കാലങ്ങൾ മാറുമ്പോ അങ്ങനെ. ഇപ്പൊ സുലേഖയ്ക്ക് 2 ബിൽഡിംഗ് ആയി. പണ്ട് സുലേഖ എങ്ങനെയായിരുന്നില്ലല്ലോ. തമിഴ് ബസാറുണ്ടല്ലോ. ഇവിടെ വരുമ്പോ തമിഴ് സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ പോയിട്ട് കരാമയിലുണ്ട്, കൂടെ ഉണ്ട്. അങ്ങനെ ഞങ്ങൾ ഷെയ്ഖ് കോളനിയിൽ എത്തിയിരിക്കുന്നു. കാർ ബുദ്ധിമുട്ടാണ്. ഇവിടെ ശരണ പോകാൻ പോയാ സൺറൈസ് ബേക്കറി അവിടെ ഉണ്ടല്ലേ. കുറെ പേര് അന്ന് ചോദിക്കുന്നായിരുന്നില്ലേ എന്റെ കയ്യിലുള്ള കരിമണി ബ്രേസ്ലെറ്റ് അവിടെ നിന്ന്. അന്ന് ഞാൻ വ്ളോഗിൽ കാണിച്ചിരുന്നു. നിങ്ങൾ വ്ളോഗ് കാണൂല, പിന്നെയും ചോദിച്ചോണ്ടിരിക്കും. ചിറ്റിലപ്പള്ളി അതുണ്ടാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. അയാൾ ആദ്യം ഉണ്ടാക്കി തന്നത് എന്റെ കയ്യിലിരിക്കുന്ന പോലത്തെയാ. ഞാൻ പറഞ്ഞതല്ല എനിക്ക് വേണ്ടത്, എന്റെ കളഞ്ഞു പോയ ബ്രേസ്ലെറ്റ് പോലെ വേണ്ടെന്ന് പറഞ്ഞപ്പോ ഓക്കേന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ചിറ്റിലപ്പള്ളി എന്നാണ് കേട്ടോ ഞങ്ങള് വാങ്ങിച്ചത്. ഞാൻ പറഞ്ഞല്ലോ ഈ സാരി വാങ്ങിച്ചിട്ട് നാട്ടിൽ പോക്കത്ത് കുറവായതുകൊണ്ട് അപ്പൊ നമ്മുടെ ഗിസൈസിലുള്ള കടയിൽ വന്നേക്കാം. മുറിച്ച് വാങ്ങിക്കുന്ന സാരികളാണ് കേട്ടോ അതൊക്കെ. കുഴപ്പമില്ല. എല്ലാം വാങ്ങിച്ചതിന് ശേഷം കാണിച്ചു തപ്പിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ആനിവേഴ്സറി ഗിഫ്റ്റ് ആണെന്ന് ഞാൻ വിചാരിക്കുന്നു അല്ലേ ചേട്ടാ? അപ്പൊ കുറച്ച് സാരി എടുത്തിട്ടുണ്ട്. എല്ലാം മുറിച്ച് വാങ്ങിച്ച സാരീസ് ആണ് കേട്ടോ. ഈ കളർ എങ്ങനെയുണ്ട്? നല്ല കളറല്ലേ? പിന്നെ എന്റെ പ്രിയപ്പെട്ട ബ്ലാക്കും പിങ്കും കോമ്പിനേഷൻ. ഇത് ജാൻ്റെ അമ്മയുടെ ഉള്ള സാരി പോലത്തെ സാരി. ഉടുക്കുമ്പോൾ നിങ്ങൾക്ക് ശരിക്കും മനസ്സിലാവും. ഇതിന്റെ 2 കളർ എടുത്തിട്ടുണ്ട്. ഈ കളറും മഞ്ഞക്കളറും. പിന്നൊരു ഇത് ജാൻ ചേട്ടന്റെ ഇഷ്ടത്തിന് വാങ്ങിച്ച സാരിയാണ്. ജിൽ 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 സാരി. മഞ്ഞ ഉടുത്താൽ നന്നായിരിക്കുന്നൊക്കെ പറയുന്നുണ്ട്, നോക്കട്ടെ ഏട്ടാ. പിന്നെ ഇതെനിക്ക് ഞാൻ എപ്പോഴും പറയാറില്ല, എനിക്ക് എയർ ഇന്ത്യയിലൊക്കെ പോകുമ്പോൾ പണ്ട് എയർ ഹോസ്റ്റസ്മാർ ഉടുക്കുന്ന സാരി അത് കാണുമ്പോൾ ഒരു വികാരമാണ്. അപ്പൊ ഇടയ്ക്ക് ഇതേപോലെ സാരി ഉടുക്കും. തൊടുമ്പോൾ ഇങ്ങനെ ഭയങ്കര സുഖം, അത് ഉടുക്കാനും ഭയങ്കര സുഖം. പിന്നെ ഇതൊരു ചുരിദാർ പീസ്, ചുരിദാറിന് വേണ്ടിയിട്ടുള്ള പീസ്. ഇത്രേ നമ്മൾ എടുത്തിട്ടുള്ളൂ. അപ്പോൾ ഇനി ഉടുത്തിട്ട് ഓരോന്ന് കാണിക്കാം. വീട്ടിൽ പോയിട്ട് പ്രീതിനെ കൊണ്ട് തലയെ കടിപ്പിക്കണം, എന്നിട്ട് ഓരോന്നായിട്ട് എടുക്കാം. അപ്പോൾ താങ്ക് യു ചേട്ടാ. ഞാൻ ഈ ഒരു സാധനം കൂടെ അവസാനമായിട്ട് എടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. ചേട്ടാനോട് ചോദിച്ചു എന്താ നീ പോൾക്ക ഡോട്ട്സ് ഇപ്രാവശ്യം എടുത്തില്ലേ? അപ്പോൾ പിന്നെ ആ ആഗ്രഹം കൂടെ ഒന്ന് സാധിക്കാമെന്ന് വിചാരിച്ചു. മൊത്തം സാരി മയം. നമ്മുടെ കടയുടെ പേരൊക്കെ പറഞ്ഞു കൊടുക്കൂ. കടയുടെ പേരും ഡീറ്റെയിൽസ് ഒക്കെ പറയും. കടയുടെ പേര് അൽ മൊഹർ ചിൽഡ്രൻ ടോയ്സ് ട്രേഡിംഗ് ടെക്സ്റ്റൈൽ ട്രേഡിംഗ്. ഒന്നുകൂടെ പറഞ്ഞേ. നിർത്തി പറയൂ കുട്ടി. അൽ മൊഹർ ചിൽഡ്രൻ ടോയ്സ് ട്രേഡിംഗ് വിത്ത് ടെക്സ്റ്റൈൽ ഷോപ്പ്. അപ്പൊ ഇത് എവിടെ കണ്ടാ മനസ്സിലാവും, ഇവിടെ കുറെ കടകളാ. ദുബായ് എയർപോർട്ട് വിസോൺ സ്റ്റേഷനിൽ തൊട്ടതിന്റെ സർക്കിൾ അതിനകത്ത് തന്നെ ഷെയ്ഖ് കോളനിയില് നമ്മുടെ ഓപ്പോസിറ്റ് സന്തോഷ് ജ്വല്ലറിയുടെ ഓപ്പോസിറ്റ് അല്ല, പനയുടെ മറവില്. ദൈവമേ, ഇവിടെ അപ്പുറത്തൊക്കെ പനിയുണ്ടെന്ന്. തൊട്ടുള്ള ഷോപ്പ്. ആ, നിങ്ങൾ ഇവിടെ ബോർഡ് വെക്കട്ടാ, മുകളിൽ ബോർഡ് വെച്ചാൽ കാണൂല ആൾക്കാർ. ഇതാണ് കാർഡ്. ഓക്കെ, നമ്പർ ഇതിൽ കാണിക്കാനാണ്. താഴെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എഴുതാം കേട്ടോ. ഇവിടെ ഒരുപാട് സംഭവങ്ങളൊക്കെ ഉണ്ട്. ഞാൻ സാരി മാത്രം വാങ്ങിക്കാറുള്ളൂ. ചേട്ടൻ ഇവിടുന്ന് സോക്സ് വാങ്ങിക്കാറ്. നാട്ടിൽ പോകുമ്പോൾ ചുരിദാർ മെറ്റീരിയലും പിന്നെ ഇവിടെ നിന്നാണ് ഞാൻ മറ്റേ എൻ്റെ അണ്ടർസ്കേർട്ട് തുണിയൊക്കെ വാങ്ങിക്കാറുള്ളത്. ത്രെഡ് ഐറ്റംസിന്റെ ലൈസ് ബട്ടൺ ഐറ്റംസ് എല്ലാം ഉണ്ടാവും.
ഇപ്പൊ വീണ സാരി വാങ്ങിച്ചപ്പോ ഞാൻ എന്ത് വാങ്ങിച്ചൊന്നും കാണണ്ടേ, സോക്സ്. ഇത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള, ഈ മുകളിൽ വലിഞ്ഞ് നിൽക്കുന്ന ഒരു സാധനം, കാര്യമായിട്ടില്ലാത്ത. ഈ വയസ്സാകുമ്പോൾ കാലിൻ്റെ ഇതൊക്കെ തന്നെ പിടിച്ചു തുടങ്ങും. അപ്പോൾ നമുക്ക് കംഫർട്ട് ഫീൽ നിലനിൽക്കുന്ന ഒരു സോക്സ്. ഇത് അച്ഛനായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്ത, നമ്മളിപ്പോഴും കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. ഓട്ടിസിൻ്റെ, അത് ഓട്ടിക്കല്ല, ഓട്ടിസ് തന്നെ ചോദിച്ചു വാങ്ങിക്കണം ഒറിജിനൽ. അങ്ങനെ സാരിയും വാങ്ങിച്ചു, വീട്ടിൽ പോവാണ്. വീട്ടിൽ അവിക്കുട്ടൻ അവിടെ ഉണ്ട്. ബാക്കി പരിപാടികളൊക്കെ, കുറേ പരിപാടികളുണ്ട്. 5-6 എത്ര സാരി വാങ്ങിച്ചു, എണ്ണിയില്ലേ? അപ്പം ഞാൻ ഓരോന്ന് കൊടുക്കുമ്പോൾ ഓരോരുത്തർക്ക് ഒരു സാധാരണ ഈ ആനിവേഴ്സറിക്കൊക്കെ ഒരു ഡയമണ്ട് റിങ് അല്ലെങ്കിൽ ഒരു കുറച്ച് പൂവ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ അല്ലേ. ഇത് വന്നിട്ട് ആവശ്യമുള്ള അത്ര സാരി വാങ്ങിച്ചു എന്ന് പറയുന്ന ഭർത്താക്കന്മാര് വേറെ ആരുണ്ട്? എന്റെ ഒരു ആവശ്യം കൂടിയല്ല സാരി. അതിന് താങ്ക്സ് ഉണ്ട്. ഞാൻ കുറെ നാളായില്ല ഇപ്പൊ സാരി വാങ്ങിച്ചിട്ട്. നാട്ടിൽ പോയി അതാരും വാങ്ങിക്കണ്ടെന്ന് പറഞ്ഞിട്ടില്ലല്ലോ. കീറി സോക്സ് ഇട്ട് നടക്കുമ്പോ ഞാൻ പറയുമല്ലോ സോക്സ് വാങ്ങിക്കുന്നു. അശ്ശോ എന്താ ലാളിത്യം എപ്പോഴും ഉണ്ടാവണം കേട്ടാ. അപ്പൊ ചേട്ടാ ഹാപ്പി ആനിവേഴ്സറി ഇൻ അഡ്വാൻസ്. ഞങ്ങള് 23-ാം തീയതി ആനിവേഴ്സറി എങ്കിലും ഇന്ന് എത്രാം തീയതി? 17-ാം തീയതി. അത്ര 19th ആയില്ലേ? അപ്പൊ 2 ദിവസം മുമ്പ് ആഘോഷിക്കാന്ന് വിചാരിച്ചു. വീക്ക് ഡേ അല്ലേ, അപ്പൊ വീക്ക് ഡേക്ക് ആഘോഷിക്കാൻ പറ്റില്ല. അപ്പൊ എന്താ പരിപാടി? എത്ര വർഷമായിരുന്നറിയോ കല്യാണം കഴിച്ചിട്ട്? എന്റെ മോന് എത്ര വയസ്സായി? 23. അവന് 17ാമത്തെ ബർത്ത്ഡേ ആണ് കഴിഞ്ഞത്. അവന് 16. അപ്പൊ നമ്മള് 16 ആയിട്ടുള്ളൂ. 16ാമത്തെ ആനിവേഴ്സറി ആണ്. ഒരു വയസ്സ് താഴെയാണ് ഞങ്ങള്. അപ്പൊ 16 വർഷം എങ്ങനെയൊക്കെയോ തട്ടിയും മുട്ടിയും ഒക്കെ കടന്നുപോയി. ഇത് ഷേവ് ചെയ്യാണ്ട് പറ്റില്ല. തട്ടിമുട്ടലൊക്കെ ഉണ്ടാവില്ലേ, അങ്ങനെയല്ലേ ജീവിതം. അല്ലാണ്ട് ഏത് സമയത്ത് താത്വികമായി അതിന് നിർമാർജനം ചെയ്ത. അതെ, വഴക്കിട്ടിരിക്കുമ്പോ അപ്പൊ വീഡിയോ എടുക്കണമെങ്കിൽ ഭാര്യ വേണം. അപ്പൊ ഭയങ്കര ചക്കര പീര തേനെന്ന് പറഞ്ഞിട്ട് ഭയങ്കര എന്താ പറയാ സോപ്പിടല. അത് പിന്നെ ഞാൻ കാണാറില്ല ഈ സോപ്പിടല്ലോ കേട്ടാ. അത്രേ ഉള്ളൂ. അതെല്ലാ ഭർത്താക്കന്മാരും കണക്കന്നെ. അപ്പൊ ഞാനും മോശമൊന്നും അല്ല. പിന്നെ എന്നെ സഹിക്കാൻ ജാനും സഹിക്കാൻ എനിക്കും മാത്രമേ പറ്റുള്ളൂ. എന്താ ഓർമ്മിക്കുന്നത്? അല്ല, ഞാൻ എപ്പോഴും സമ്മതിച്ചിട്ടുള്ള കാര്യം എന്നെ സഹിക്കാൻ ജാനെ മാത്രം പറ്റുള്ളൂ അല്ലെ. പക്ഷെ ജാനെ സഹിക്കാൻ എത്ര പേർക്ക് പറ്റും? എനിക്ക് മാത്രം പറ്റുള്ളൂ. അപ്പൊ ദൈവം സഹായിച്ചിട്ട് വലിയ കുഴപ്പങ്ങളൊന്നും ഇല്ല. അപ്പൊ ഞങ്ങള് കഴിഞ്ഞ വർഷം എന്താ പറയാ ആനിവേഴ്സറി ഭയങ്കര റിച്ച് ആയിട്ടാണ് ആഘോഷിച്ചത്. എന്റെ കുട്ടിയോൻ ഇങ്ങനെ ഒരു ഭയങ്കര സ്ഥലത്തേക്കൊക്കെ കൊണ്ടുപോയി യോട്ട് ഉള്ള ഒരു സംഭവത്തില് റെസ്റ്റോറന്റിലൊക്കെ ഫുഡൊക്കെ കഴിച്ചത്. പക്ഷെ ഞങ്ങൾ ഇപ്രാവശ്യം വിചാരിച്ചെന്ന് വെച്ചാല് ഗിസൈസിലാണ് ഞങ്ങള് 5 വർഷം ആ ദുബായിൽ വന്ന സമയത്ത് തുടക്കകാലത്ത് താമസിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അവിടെ എങ്കിലും ആ സമയത്ത് ഞങ്ങൾക്കൊരു എന്താ പറയാ നല്ല ഓർമ്മകളിൽ ഒന്നാണ് കറാച്ചി ദർബാർ. പലർക്കും അറിയാം, പാകിസ്ഥാനി റെസ്റ്റോറന്റ് ആണ്. നടന്നു പോയി ഞങ്ങള് അവിടെ നല്ല ചൂട്ടത്തും തണുപ്പത്തും ഒക്കെ പുറത്തിരുന്ന് എന്താ അവയ്ക്ക് ഇഷ്ടപ്പെട്ട പരിപ്പേറിയും ചപ്പാത്തിയല്ല പൊറോട്ടയൊക്കെ കഴിച്ചുകൊണ്ടിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. അപ്പൊ വീണ്ടും ഞങ്ങൾ അവിടോട്ട് പോകണം. ഇപ്പൊ എങ്ങനെയാന്ന് നമുക്കറിയില്ല. കുറേയൊക്കെ വർഷങ്ങളായി ഞങ്ങൾ കറാച്ചി ദർബാറിൽ പോയിട്ടും കഴിച്ചിട്ടും. പക്ഷെ ആ ഓർമ്മകളൊന്ന് പുതുക്കാൻ വേണ്ടിട്ട് ഞങ്ങള് നന്ദുവിന് ഞങ്ങളെ ഓർമ്മകളൊക്കെ ഇങ്ങനെ പങ്കുവയ്ക്കാന്ന് വിചാരിക്കുന്നു. അപ്പൊ ഇപ്രാവശ്യത്തെ ആനിവേഴ്സറി ഞങ്ങള് നമ്മുടെ സ്വന്തം കറാച്ചി ദർബാറിലോട്ട് ആണ് കേട്ടോ. അപ്പൊ നമുക്ക് അവിടെ പോയിട്ട് കാണാം. ഓക്കെ, അങ്ങനെ ഞങ്ങളെ സ്വന്തം കറാച്ചി ദർബാറിലേക്ക് തിരിച്ചെത്തിയിരിക്കുന്നു. പുറത്തിരുന്നാണ് ഞങ്ങൾ പണ്ട് കഴിച്ചുകൊണ്ടിരുന്നത്. ഇപ്രാവശ്യം പുറത്തിരുന്ന് തന്നെ കഴിക്കാം അല്ലേ മക്കളെ? ഭയങ്കര വാദമാണ് ഇവിടെ. കോലാപ്പുരി വേണോ? ആനിവേഴ്സറിക്ക് അമ്മ എത്രയല്ലേ പറഞ്ഞുള്ളൂ, വെജ് കോലാപ്പുരി പറഞ്ഞില്ല. അമ്മ പറഞ്ഞുള്ളൂ, വേറെ ഒന്നും പറഞ്ഞില്ല. എന്താണ് രൂപത്തിന് കുഴപ്പം? കുഴപ്പമൊന്നുമില്ല, ഭയങ്കര അടുപ്പിച്ചിരുത്ത് ഇപ്പൊ ഭയങ്കര വണ്ണം തോന്നി. വണ്ണം ഉണ്ടല്ലോ, ഇല്ലാത്തവർക്കല്ലേ കുഴപ്പമുള്ളൂ. ഞങ്ങളങ്ങനെ ആനിവേഴ്സറി ആഘോഷം കറാച്ചി നോക്കാം. പണ്ടത്തെ ടേസ്റ്റ് ഇപ്പൊ കിട്ടുന്നുണ്ടോ നമുക്ക് നോക്കാം. അപ്പൊ പറഞ്ഞോളൂ. വീണയുടെ എന്താ സാധനം? ഇത് ഗ്രേവി അവർ തന്നേക്കുന്നതാണ്. ഇത് ആലു ഗോബി, ഇത് കൊലാപ്പുരി, അത് ചിക്കൻ ടിക്ക, ദാൽ ഫ്രൈ, ഇത് ജാൻജാറിന്റെ ചിക്കൻ ടിക്ക, പൊറോട്ട, റൊട്ടി. ദാലുകൾ കഴിച്ചു നല്ലതാണ്.
എങ്ങനെയുണ്ട് ഭക്ഷണമൊക്കെ കഴിച്ചിട്ട്? അനങ്ങാൻ വയ്യ. പഴയ ടേസ്റ്റ് ഉണ്ടോ? പിന്നെ അതുപോലെയൊക്കെ തന്നെ ഉണ്ടല്ലേ. മാംഗോ ലസ്സി ഓർഡർ ചെയ്തിട്ട് അത് മാത്രം എനിക്ക് കുടിക്കാൻ പറ്റിയില്ല. മധുരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഠിനമായ മധുരം. അപ്പൊ അവ ചോദിക്കും അമ്മയ്ക്ക് മധുരമാണോ? ഞാൻ പിന്നെ ഇതാ മറ്റേ സാധനമില്ലേ, ഒരു മാംഗോന്റെ തൈര്. മാംഗോന്റെ തൈര്, അതാണ് മാംഗോ ലസ്സി. ലസ്സി അല്ല, വേറൊരു സാധനം ഉണ്ടാക്കില്ലേ, ശ്രീകണ്ഠ് ലൂസാക്കി പോലെ ഉണ്ട്. അത്ര മധുരം. ബാക്കിയൊക്കെ നന്നായിരുന്നു, നല്ല ഫുഡും കുഴപ്പമുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങള് കറാച്ചി ദർബാറിനോട് യാത്ര പറഞ്ഞു. ഇനി വീട്ടിലോട്ട് പോവാണോ, അവ ഐസ്ക്രീം കഴിക്കണം എന്നൊക്കെ പറയണ്ടായിരുന്നു. ഐസ്ക്രീം കഴിക്കാൻ പോവാന്ന് എനിക്കറിയില്ല. എന്തായാലും കാര്യം കയറാം. അപ്പൊ ആനിവേഴ്സറിക്ക് ചിക്കൻ ബിരിയാണിയാണ് കേട്ടോ. ചിക്കൻ ബിരിയാണി, സാലഡ്, പിന്നെ എന്താ നമ്മുടെ പാൽപ്പായസം, സേമിയ പായസം, അച്ചാറുണ്ട്, ലെമൺ ഡേറ്റ്സ്. ഇവിടെ അതെപ്പോഴും ഇവിടെ വേണമല്ലോ, അല്ലെങ്കിൽ അവിക്ക് ഇതില്ലാണ്ട് പറ്റൂല. ചോറിന്റെ കൂടെ ആണെങ്കിലും പുള്ളി ഹാപ്പിയാണ്. അപ്പൊ ഹാപ്പി ആനിവേഴ്സറി കേട്ടോ. കൊതി വരുത്തണോ? അപ്പൊ താങ്ക് യു സോ മച്ച്. നമ്മൾ രാത്രി എവിടെയും പോകണ്ടോ? വ്ളോഗ് ഉണ്ടോ എന്നൊക്കെ ചോദിക്കണ്ടായിരുന്നു ഒരുപാട് പേര്. ഞാൻ പറഞ്ഞു ഞങ്ങള് പാവം ഇപ്രാവശ്യം വലിയ കാര്യമായിട്ട് ആഘോഷിച്ചിട്ടില്ല. ചേട്ടന്റെ വല്ല തത്വചിന്തകളൊക്കെ എനിക്ക് പറയാം. സീരിയസ് ആണോ? ആണോ? ശരി, അപ്പൊ സീരിയസ് ആയിട്ട് കാര്യങ്ങൾ നമുക്ക് പിന്നെ വ്ളോഗിൽ പറയാം. ഇപ്പൊ ചെറിയൊരു വ്ളോഗായിട്ട് നമുക്ക് വേണമെങ്കിൽ ഇടാം അല്ലെ? കുഞ്ഞു വ്ളോഗ്. പഴയത് ഇതിന്റെ കൂടെ കൂട്ടി കഴിച്ചിടാൻ പറ്റുമോ? ശരി. സാരി വാങ്ങിച്ചു നോക്കാം അല്ലേ? അപ്പൊ ഇന്ന് രാത്രിയും കൂടെ എവിടെയെങ്കിലൊക്കെ പോയതിന് ശേഷം വ്ളോഗ് നമുക്ക് നാളെ പോസ്റ്റ് ചെയ്യാം, മറ്റന്നാൾ പോസ്റ്റ് ചെയ്യാം. അപ്പൊ ഞങ്ങള് വെഡിങ് ആനിവേഴ്സറി സെലിബ്രേഷന്റെ ഭാഗമായിട്ട് എവിടെ വന്നു? ഫുഡിങ്സിൽ ഫുഡ് കഴിക്കാൻ വന്നു. ഉച്ചയ്ക്ക് ബിരിയാണി ആയിരുന്നു. അപ്പൊ പിന്നെ എല്ലാരും കൂടെ ഒന്ന് പുറത്തുനിന്ന് വന്ന് ഫുഡൊക്കെ കഴിച്ചിട്ട് പോവാന്ന് വിചാരിച്ചിരിക്കുക. അവിടെ അല്ലേ നോക്കേണ്ടത്? ഇതാണ് ചേട്ടൻ പറഞ്ഞ സാരി കേട്ടോ, മഞ്ഞ സാരി. ഇപ്പൊ ഇതിൽ കാണുന്നില്ല, മനസ്സിലാവണില്ല ഇത് സാരി എടുത്തിട്ട് കളറൊന്നും. മനസ്സിലാക്കി തരാം. എങ്ങനെയാണോ മനസ്സിലാക്കി തരുന്നത്? സാരി മാത്രമേ എല്ലാം കാണും. ഞാൻ ആരെങ്കിലും മനസ്സിലായില്ല എന്ന് പറഞ്ഞത് കേട്ടോ. ഇതാണ് സാരി. ആകെ വെഡിങ് ആനിവേഴ്സറി സാരി കണ്ടില്ലേ, ഫുള്ളായിട്ട്. അപ്പൊ പ്രീതി, എന്തെന്റെ വിശേഷം? വെഡിങ് ആനിവേഴ്സറിനെ പറ്റി എന്താണ് പറയാനുള്ളത്? തൃശ്ശൂർ ഭാഷ പോയി അവള് വേറെ ഏതോ ഭാഷ പറയാൻ തുടങ്ങി. അവയും പ്രീതി ആന്റിയും നന്ദും കൂടിയിട്ട് കേക്കൊക്കെ ബേക്ക് ചെയ്തു. അന്ന് മുഖം കാണിക്കടാ. അപ്പോ എന്താ പറയാ, എന്തായിരുന്നു അവ കേക്ക്? കുഴപ്പമൊന്നുമില്ലല്ലേ? ടേസ്റ്റ് ഒന്നും കുഴപ്പമില്ല. വിത്ത് കളർ ആണോ? ഫെയിലിയർ ഒന്നും അല്ല അത്. അവൻ നീല കളർ വെച്ച് ചെയ്തതാ, ക്രീം ഫ്രോസ്റ്റിംഗ് ചെയ്തതാണ്. അതാണ് ഇത്തിരി കൊളായി പോയത്. അപ്പൊ അത് ഇവിടെ ഓർഡർ ചെയ്ത. അപ്പൊ അങ്ങനെയൊക്കെയാണ് വിശേഷങ്ങള്. ഞങ്ങള് ഭക്ഷണം കഴിച്ചിട്ട് പതുക്കെ, ഞങ്ങൾ ഓൾറെഡി ഭക്ഷണം കഴിച്ചാണ്, എന്നാൽ പോലും ഇടയ്ക്കൊരു ചേഞ്ച്. ഉണക്കമുന്തിരി, ഉണക്കമീനാണല്ലോ. എൻ്റെ ഭർത്താവ് ഇവിടെ വരുമ്പോൾ പിന്നെ അതന്നെ കഴിക്കുള്ളൂ. ഇത് പാസ്ത, ഇത് സാൽമൺ സാലഡ്, അതിൻ്റെ ഫ്രഞ്ച് ഫ്രൈസ്. പച്ച നിറത്തിൽ വീണ് കാണാറില്ല. അപൂർവമായൊരു കാഴ്ചയാണ്. അപ്പോൾ പച്ച നിറത്തിൽ കണ്ട് ആസ്വദിച്ചോളൂ.